തിരുവല്ല നഗരസഭയിൽ അധ്യക്ഷ സ്ഥാനം ലീഗും കേരള കോൺഗ്രസും പങ്കിട്ടേക്കും. ലേഖയാണോ വിദ്യയാണോ ആദ്യം അധ്യക്ഷയാകുക എന്നതിലാണ് ഇനി തീരുമാനം വരേണ്ടത്. UDF അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസേതര കക്ഷിയുടെ പ്രതിനിധി അധ്യക്ഷയാകുന്നത് ഇതാദ്യം. പട്ടികജാതി വനിതാ സംവരണമാണ് ഇവിടെ അധ്യക്ഷ സ്ഥാനം. വിജയിച്ചവരുടെ കൂട്ടത്തിൽ കോൺഗ്രസിന് ഈ വിഭാഗത്തിൽ നിന്ന് ആളില്ല. ഉള്ളത് കേരള കോൺഗ്രസ് ജെയ്ക്കും മുസ്ലിം ലീഗിനും മാത്രം. എസ് ലേഖയാണ് കേരള കോൺഗ്രസ് പ്രതിനിധി. വിദ്യാ വിജയൻ മുസ്ലിം ലീഗും. ആകെ 8 പ്രതിനിധികൾ കേരള കോൺഗ്രസിനുണ്ടെന്നിരിക്കെ നറുക്ക് ആദ്യം അവർക്കാകുമെന്നാണ് സൂചനകൾ. ഞാൻ AE ഓഫീസിലെ നോൺ മിൽ സെക്ഷനിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അത് രാജിവെച്ചിട്ടാണ് ഈ മത്സരത്തിന് ഇറങ്ങിയത്. ഇനിയുള്ള 5 വർഷക്കാലം തിരുവല്ല നഗരസഭയുടെ വികസനത്തിനായിട്ട് പൂർവാധികം ഭംഗിയായി നല്ല രീതിയിൽ പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരേ ഒരു പ്രതിനിധിയെ ഉള്ളൂവെങ്കിലും അധ്യക്ഷ പദവിയിൽ ലീഗിനും അവകാശവാദമുണ്ട്. മുന്നണി മര്യാദ എന്ന ഘടകത്തിൽ ഊന്നി നിൽക്കുമ്പോൾ അവസാനത്തെ 1 വർഷം ലീഗിന് കിട്ടിക്കൂടാഴികയില്ല. ഞാൻ അക്കൗണ്ടൻ്റായിട്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അന്നേരമാണ് നമുക്ക് ഒരു സ്ഥാനാർത്ഥിയാവാനുള്ള അവസരം ലഭിക്കുകയും അതിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. 103 വർഷം പാരമ്പര്യമുള്ള നഗരസഭയിൽ ആദ്യമായിട്ടാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾ അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത്. തീർച്ചയായും എല്ലാ പാർട്ടികൾക്കും അവരുടെ അവകാശവാദം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഐക്യജനാധിപത്യത്തിലുണ്ട്. തീർച്ചയായും എല്ലാ പാർട്ടിയുടെയും അവകാശവാദങ്ങൾ പരിഗണിച്ച് കോൺഗ്രസും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും RSP ഉൾപ്പെടെ ഒന്നിച്ചു നിന്നൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഞങ്ങൾ എടുക്കും. അധ്യക്ഷ സ്ഥാനമെന്ന മുഖ്യ അജണ്ടയിൽ UDF ഔപചാരിക ചർച്ചകളിലേക്ക് കടക്കുന്നതേയുള്ളൂ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.